സ്വാമിശരണം. ഇന്ന് വൃശ്ചിക പൊൻപുലരി. അയ്യപ്പ മുദ്രയണിഞ്ഞ് 41 നാൾ വ്രതമനുഷ്ഠിച്ച് കല്ലും മുള്ളും നിറഞ്ഞ പാതയിലൂടെ ശബരിമലയിൽ എത്തിച്ചേരുന്ന തീർത്ഥാടകനുള്ള സന്ദേശം തത്വമസി എന്നാണ്. സാമവേദത്തിൻ്റെ സാരമായ ഈ സംസ്കൃത പദത്തിൻ്റെ അർത്ഥം തത്വം അസി അഥവാ അത് നീ ആകുന്നു എന്നാണ്. നിങ്ങൾ ആരെയാണോ കാണാൻ വന്നിരിക്കുന്നത് അത് നിങ്ങൾ തന്നെയാണ്. അവനവൻ്റെ ഉള്ളിലെ പരമാത്മാവിനെയും ജീവാത്മാ പരമാത്മാ ബന്ധത്തെയും ഇവ സൂചിപ്പിക്കുന്നു. ഈ അർത്ഥം അറിഞ്ഞുകഴിഞ്ഞാൽ ജീവിതം ശാന്തിയും സമാധാനവും നിറയും. സ്വാമിശരണം. സ്വകാരോച്ചാരമാത്രേണേ സ്വകാരം ദീപതേ മുഖ്യം മകാരാന്ത ശിവം പ്രോക്തം ഇകാരം ശക്തിരൂപ്യതേ. സ്വാമിശരണത്തിലെ സ്വ എന്ന പദം ഉച്ചരിക്കുന്ന മാത്രയിൽ പരബ്രഹ്മത്താൽ തിളങ്ങുന്ന ആത്മബോധം തീർത്ഥാടകൻ്റെ മുഖത്ത് പ്രതിഫലിക്കണം. മാ സൂചിപ്പിക്കുന്നത് ശിവനെയും ഈ ശക്തിയെയുമാണ്. രണ്ടും കൂടി ചേർന്ന് മീ ആകുമ്പോൾ ശിവശക്തി സാന്നിധ്യമാകുന്നു. ശിവശക്തി മുൻപറഞ്ഞ സ്വായോടൊപ്പം ചേർന്ന് തീർത്ഥാടകന് ആത്മസാക്ഷാത്കാരം നേടാൻ സഹായിക്കുന്നു. ജീവാത്മാവിൻ്റെയും പരമാത്മാവിൻ്റെയും ഐക്യത്തെ സൂചിപ്പിക്കുന്നത് പോലെ സ്വത്വത്തിൻ്റെയും പരമാത്മാവിൻ്റെയും സാംഗത്വവും ഈ ശബ്ദം സൂചിപ്പിക്കുന്നു. ശം ബീജം ശത്രുസംഹാരം രേഫം ജ്ഞാനാഗ്നിവാചകം നകാരം സിദ്ധിതം ശാന്തം മുദ്രാവിനയ സാധനം. ശരണമെന്ന വാക്കിലെ ആദ്യാക്ഷരമായ ഷ ഉച്ചാരണ മാത്രയിൽ തന്നെ ശത്രുവിനെ ഇല്ലാതാക്കുന്നതാണ്. അഗ്നിയെ ജ്വലിപ്പിക്കുന്ന രാ എന്ന അക്ഷരം ജ്ഞാനത്തെ സൂചിപ്പിക്കുന്നു. നം ശബ്ദം ഇതിനെല്ലാറ്റിനെയും ദൈവീകത കൈവരുത്തി ശാന്തി പ്രദാനം ചെയ്യുന്നു. മനുഷ്യനിൽ എളിമ വിരിയേണ്ട ഒരു സൂത്രവാക്യം കൂടിയാണിത്. 18-ാം പടി കയറുമ്പോൾ വിനയമുള്ളവനായിരിക്കണമെന്നും അവൻ അഹങ്കാരത്തെ നിലനിർത്താത്തവനായിരിക്കണമെന്നുമുള്ളതിൻ്റെ പൊരുളും ഇവിടെ വ്യക്തമാകും. സ്വാമിയേ ശരണമയ്യപ്പ.